പഴയ പഞ്ചീവിയിൽ LFP ബാറ്ററി നമുക്ക് സിലിണ്ടറിക്കൽ രൂപത്തിലായിരുന്നു. നമ്മൾ സാധാരണ ബാറ്ററി കാണുന്ന പോലെ റൗണ്ട് ഷേപ്പുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രിസ്മാറ്റിക് LFP ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ നിന്നും 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വേരിയന്റും കിട്ടും, ലോങ് റേഞ്ച് ബാറ്ററി പാക്ക് കിട്ടുകയും ചെയ്യും. അതിലേക്ക് വരുമ്പോൾ ക്ലെയിം ചെയ്ത റേഞ്ച് വരുന്നത് 460 കിലോമീറ്ററൊക്കെയാണ്. അതായത് ഹൈ വോൾട്ടേജ് ഹാർനസിൻ്റെ ഒക്കെ 10-60,000 രൂപ കോസ്റ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ അത് കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ പഴയ പഞ്ചീവിനേക്കാളും വില കുറവിൽ പുതിയ പഞ്ചീവി ഇറക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. പക്ഷേ കംഫർട്ട് കുറവ് ചെറിയ ഭാഗം എവിടെയെന്ന് വെച്ചാൽ റിക്ലൈനിങ് ആണ്. നമ്മൾ വളരെ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. കുറച്ചുകൂടി ഇങ്ങനെ ചാരി ഇരിക്കാൻ പറ്റിയാൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു എന്ന് തോന്നി. പഴയതിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് വാഹനത്തെ അപേക്ഷിച്ച് ഈ ഒരു റേറ്റ് കുറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് വന്ന ഈ നമ്മുടെ പഞ്ചീവി തന്നെയാണ് ബെറ്റർ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പെട്രോൾ വാഹനങ്ങളുടെ അതേ വിലയിൽ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ കിട്ടിത്തുടങ്ങുന്ന ഒരു കാലം വരുമെന്ന് കഴിഞ്ഞ വർഷമാണ് നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രൂപത്തിലാണ് എനിക്ക് ടാറ്റ പഞ്ചീവിയുടെ ഈ ഒരു ലോഞ്ചിനെ കാണാനായി സാധിക്കുന്നത്. അതായത് ഓൾറെഡി വിൽക്കുന്ന വാഹനത്തിനേക്കായി 30,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ വില കുറച്ചിട്ടുണ്ട്. മാത്രമല്ല ടെക്നോളജി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മോട്ടർ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും വേറെ ലെവൽ ചേഞ്ചിലേക്കാണ് വരുത്തിയിട്ടുള്ളത്. സോ കാഴ്ചയുള്ള മാറ്റങ്ങൾ വളരെ മിനിമലാണ് കേട്ടോ. പക്ഷേ ഇത്തരത്തിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇൻസൈഡ് ആണ് വാഹനത്തിൻ്റെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ടെക്നിക്കൽ മാറ്റങ്ങളാണ് കൂടുതലായിട്ട് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം അഫോർഡബിൾ റേറ്റിൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലിൽ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇനി ഒരു ഇലക്ട്രിക് യൂസർ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ പ്ലാനൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചോ. ടാറ്റ പഞ്ചീവി ഷോറൂമുകളിലെത്തി നിങ്ങളൊന്ന് കമ്പയർ ചെയ്തതിന് ശേഷം എടുത്താൽ മതി. കാരണം ഏറ്റവും വില കുറവിൽ അഫോർഡബിൾ ആയിട്ട് ഇത്രയും റേഞ്ച് ചെയ്യുന്ന മറ്റൊരു വാഹനം ഇല്ല എന്ന് പറയാം. കൂടാതെ ഇത്രയും ടെക്നോളജി മാറിയപ്പോൾ ലൈഫ് ടൈം വാറണ്ടിയാണ് ടാറ്റ പഞ്ചീവിക്കായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. അതും അൺലിമിറ്റഡ് കിലോമീറ്റർ. സോ യൂസർ എടുത്തിട്ടും അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിലുള്ള പഞ്ചീവി എടുത്തിട്ട് നിങ്ങൾ ഫണ്ട് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇനി പഞ്ചീവി ഓൾറെഡി മാർക്കറ്റിലത് ഷോറൂമുകാർ അത്യാവശ്യം ഡിസ്കൗണ്ട് പറയും. മിനിമം ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയാൽ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പുതിയതിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കിലോമീറ്റർ നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ബാറ്ററിക്ക് തരിക എന്ന് പറഞ്ഞാൽ 2 ലക്ഷം വർത്തായിട്ടുള്ള ഒരു സാധനം അത് കിട്ടുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പഞ്ചീവിയിൽ മാറ്റങ്ങൾ വന്നുള്ളതെന്ന് പറയാം. അതോടൊപ്പം തന്നെ പ്രൈസ് മാറിയത് ഞാൻ പറഞ്ഞു. ഓൾഡ് പ്രൈസും ന്യൂ പ്രൈസും ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു കമ്പാരിസൺ അറിയാനായിട്ട് പറ്റും. സോ പഴയതെടുക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാന 2 മാറ്റങ്ങൾ മോട്ടറും ബാറ്ററി ആയതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോട്ടർ കാണാനായിട്ട് സാധിക്കും. നമുക്ക് 6-in-1 രൂപത്തിൽ, അതായത് പഴയ പഞ്ചീവി എന്ന് പറഞ്ഞാൽ 3-in-1 ആയിരുന്നു. ഒരുപാട് മോഡ്യൂളുകൾ അല്ലെങ്കിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഈ ഒരൊറ്റ മോട്ടർ ചെയ്യായിരുന്നു. ഇപ്പോൾ അത് 6 വർക്കിംഗ് ആയിട്ട് 3 വർക്കിംഗ് 6 വർക്കിംഗ് ആക്കി മാറ്റിയെന്ന് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ സൈസ് കുറക്കാനായിട്ട് പറ്റും. അതായത് പകുതി സൈസ് ഇപ്പോൾ നമുക്ക് പഞ്ചീവിക്ക് പഴയ മോട്ടറിനെ അപേക്ഷിച്ച് പുതിയതിന് വരുന്നുള്ളൂ. 28% വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. സൈസ് കുറഞ്ഞതുകൊണ്ടും വർക്കിംഗ് എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ടും ഒരുപാട് വയറിങ്ങിൻ്റെ ആവശ്യം വന്നില്ല. അതായത് ഹൈ വോൾട്ടേജ് ഹാർനസിൻ്റെ ഉപയോഗം 30% കുറക്കാനായിട്ട് പറ്റി. പ്രധാനമായിട്ട് കേബിളുകളുടെ പ്രൈസ് കേട്ടാൽ നമ്മൾ കിട്ടും. അതായത് ഹൈ വോൾട്ടേജ് ഹാർനസിൻ്റെ ഒക്കെ 10-60,000 രൂപ കോസ്റ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ അത് കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ പഴയ പഞ്ചീവിനേക്കാളും വില കുറവിൽ പുതിയ പഞ്ചീവി ഇറക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. മാത്രമല്ല ഇലക്ട്രിക്കൽ കണക്ഷൻസ് വളരെ കുറവായിട്ടാണ്. ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ മോട്ടറിൽ വന്നിട്ടുള്ളത്. ഇനി ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീൽ ബേസിന്റെ 90% കവർ ചെയ്തിരിക്കുന്നത് ബാറ്ററി പാക്ക് ആണ്. ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ വീൽ ബേസിന്റെ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്ത് ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വാഹനം പഞ്ചീവി ആണെന്നുള്ള റെക്കോർഡ് കൂടി ലഭിക്കുന്നുണ്ട്. പിന്നെ മാറ്റം എന്ന് പറഞ്ഞാൽ പഴയ പഞ്ചീവിയിൽ LFP ബാറ്ററി നമുക്ക് സിലിണ്ടറിക്കൽ രൂപത്തിലായിരുന്നു. നമ്മൾ സാധാരണ ബാറ്ററി കാണുന്ന പോലെ റൗണ്ട് ഷേപ്പുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രിസ്മാറ്റിക് LFP ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് 15 മിനിറ്റ് മതി ഇതിൽ ഒരു 130 കിലോമീറ്ററൊക്കെ റിയൽ വേൾഡിൽ ഓടാവുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട് കയറും. ഇനി ഒരു 10% വണ്ടി നിങ്ങൾ കൊണ്ടുപോയി ചാർജ് ചെയ്യുകയാണെങ്കിൽ 80% ആവാൻ വെറും അരമണിക്കൂർ മതി. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് ഇപ്പോൾ. പിന്നെ എനർജി ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ റേഞ്ച് കൂടുതൽ ലഭിക്കും. എല്ലാത്തിനും ഉപരി ലൈഫും ഈ ഒരു ടൈപ്പ് ബാറ്ററിക്കാണ് കൂടുതൽ വരിക. അതുകൊണ്ടാണ് ഇപ്പോൾ അൺലിമിറ്റഡ് കിലോമീറ്ററും ലൈഫ് ടൈം വാറന്റിയും ടാറ്റ നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാന മാറ്റങ്ങൾ നമുക്ക് കാഴ്ചയിലല്ല ഇത്തരത്തിലുള്ള ടെക്നിക്കൽ വിഭാഗത്തിലാണ്. ഇനി കാഴ്ചയുള്ള കാര്യങ്ങൾ കണ്ടുനോക്കാം. ഡിസൈനിൽ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല എന്നാൽ പഞ്ചീവി അത്യാവശ്യം കണ്ടിട്ടുള്ളവർക്ക് ഈ ലുക്ക് കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആകെ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ബമ്പറിലാണ്. ഈ ഭാഗത്ത് നമുക്കൊരു ബ്ലാക്ക് ഒരു ലൈൻ ഇങ്ങനെ പോയിരുന്നു. അതിപ്പോൾ എടുത്ത് മാറ്റി ഫുൾ പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഈ എയർവെൻറ്റിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ ബ്ലാക്ക് ഉണ്ടായിരുന്ന കളർ മാറ്റി ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തു. ഇത്രയാണ് ഇവിടെ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് ആയിരുന്നു DRL. അത് നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യുക അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈറ്റും എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ DRL നിലനിർത്തിയിട്ടുണ്ട്. LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, LED ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, 360 ക്യാമറ വരുന്നുണ്ട്. അതൊക്കെ ഫുൾ ഓപ്ഷനിലാണ് കിട്ടുക. പിന്നെ ഇതൊരു ARC.EV എന്ന് പറയുന്ന ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ടാറ്റയിൽ ആദ്യമായിട്ട് വന്നൊരു വാഹനമാണ്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമുക്ക് ചാർജർ വരുന്നത് മുൻവശത്താണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഡുവൽ ടോൺ വാഹനമാണ് കാണുന്നത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ വശങ്ങളിലേക്ക് വന്നാൽ 16 ഇഞ്ചാണ്
ടയർ സൈസ് വന്നിട്ടുള്ളത് അലോയ് വീൽസ് വരുന്നുണ്ട്. അതും രസമായി തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അലോയുടെ ഡിസൈൻ. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് അത്ര ഒരു ഭംഗി ഫീൽ ചെയ്യാറില്ല. 195/60 പ്രൊഫൈലുള്ള 16 ഇഞ്ചാണ്. ടാറ്റ.EV എന്ന് പറയുന്ന സൈഡ് ബ്രാൻഡിങ്ങിലും ഒരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. വീൽ ആർച്ചുകൾക്കും സൈഡ് ക്ലാഡിങ്ങുകളൊക്കെ ബ്ലാക്ക് ആയിരുന്നു, എല്ലാം മാറ്റി ഗ്രേയിലേക്ക് വന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് 5 മില്ലിമീറ്റർ കൂടി ഇപ്പോൾ 195 മില്ലിമീറ്ററായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ വെയ്ഡ് കപ്പാസിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫയറിൽ തീയിൻ്റെ ഇടയിലൂടെയൊക്കെ ടാറ്റ പഞ്ചീവിനെ കടത്തി വിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന ORMs വരുന്നുണ്ട്. അതിലും 360 ഡിഗ്രി ക്യാമറ കാണാനായിട്ട് സാധിക്കും. റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. സൺറൂഫ് വന്നിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാനായിട്ട് സാധിക്കും. ബാക്കി സൈഡിൽ വേറെ ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. നമുക്ക് ആ ഒരു ക്ലാഡിങ്ങിൻ്റെ ചേഞ്ചും 5 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് നമുക്ക് വർഷങ്ങളിൽ പറയാനില്ല. പുറകിൽ നമുക്ക് പെട്രോൾ പഞ്ച് വന്നപ്പോൾ കണ്ട അപ്ഡേറ്റ് ഒക്കെ നമുക്ക് പുറകിൽ കാണാം. അതായത് ഒരു കണക്റ്റിംഗ് ടൈപ്പ് LED ടെയിൽ ലാമ്പ് യൂണിറ്റ് വന്നു. അതുപോലെ ക്യാമറയുടെ പൊസിഷൻ മുകളിൽ നിന്ന് മാറി താഴേക്ക് വന്നു. Punch.EV എന്നുള്ള ബ്രാൻഡിങ് നമുക്ക് ഡിസൈൻ മാറി. ഇത്രയും മാറ്റം നമുക്ക് പുറകിലും വന്നിട്ടുള്ളൂ. ബാക്കി പാർക്കിംഗ് സെൻസർ, ഡീഫോഗർ, വൈപ്പർ, സ്പോയിലർ, ആ ഫീച്ചേഴ്സൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഇതാണ് പുതിയ പഞ്ചീവിയുടെ ആകെ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പഞ്ചിൽ അത്യാവശ്യം ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് റിയറിൽ കിട്ടുന്നുള്ളൂ എന്ന് പറയാം. സാധാരണ അങ്ങനെ തന്നെയാണുള്ളത്. പ്രധാനമായിട്ട് ലെഗ് റൂം എന്നല്ല, ലെഗ് റൂം ഇത് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 എനിക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്. തൈ സപ്പോർട്ടും ജസ്റ്റ് ഓക്കെ എന്ന് പറയുന്ന രൂപത്തിലാണ്. ഹെഡ് റൂം ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 5 വിരലിൻ്റെ അത്രയും സ്പേസും വരുന്നുണ്ട്. പക്ഷേ കംഫർട്ട് കുറവ് ചെറിയ ഭാഗം എവിടെയെന്ന് വെച്ചാൽ റിക്ലൈനിങ് ആണ്. നമ്മൾ വളരെ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. കുറച്ചുകൂടി ഇങ്ങനെ ചാരി ഇരിക്കാൻ പറ്റിയാൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു എന്ന് തോന്നി. 60/40 സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തിട്ടില്ല. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ആം റെസ്റ്റും മാത്രമേ കൊടുത്തുള്ളൂ. അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല. എന്തായാലും എൻട്രി ലെവൽ വാഹനമാണിത്. നമ്മൾ പെട്രോളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾട്ടോ, എക്സ്പ്രസോ, തിയാഗോ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറി പോലെയാണ് EVയിൽ നമുക്ക് തിയാഗോ കഴിഞ്ഞാൽ നേരെ പഞ്ച്. അതായത് ആ ഒരു തുടക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിഫ്റ്റ്, പെട്രോളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു സ്വിഫ്റ്റ് കാറ്റഗറി വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഈ സൗകര്യം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറയാം. ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ പുറകിലേക്ക് AC വെൻ്റ് ഒന്നുമില്ല. ഒരു C ടൈപ്പ് ചാർജിംഗ് പോർട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ. നമ്മുടെ സീറ്റിൻ്റെ പുറകിലായിട്ട് നമുക്ക് പോക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ സീറ്റ് ഞാൻ ഏറ്റവും പുറകിലേക്കാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും മിനിമം ലെഗ് റൂം എന്ന് പറയുന്നത് ഇതാണ്. അതായത് മാക്സിമം ഇങ്ങോട്ട് പുറകിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിയറിലെ കാര്യങ്ങൾ പറയാനുള്ളത്. കുഞ്ഞ് സൺറൂഫാണ് വന്നുള്ളത്. അതിൻ്റെ വ്യൂ നമുക്ക് പുറകിലേക്ക് കിട്ടുക അങ്ങനത്തെ കാര്യമൊന്നും വരുന്നില്ല. 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറകിൽ വരെ നമുക്ക് അതിൻ്റെ ബാഡ്ജിങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ബൂട്ടിൻ്റെ ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. 366 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒന്നുകൂടി റിക്ലൈനിങ് ആംഗിൾ കൊടുത്ത ഒരു 250 അല്ലെങ്കിൽ 250 ലിറ്റർ ബൂട്ട് സ്പേസ് ആണെങ്കിലും കുഴപ്പമില്ലാതാണ്. കുറച്ചുകൂടി യാത്രാസുഖം കൂടുതലാണെങ്കിലും ഒന്നുകൂടി അടിപൊളിയായിരുന്നു എന്ന് പറയാം. ഇനി ഡ്രൈവർ സൈഡ് ഒന്ന് കയറി നോക്കാം. സോ ഇനി ഡ്രൈവ് ചെയ്യാൻ എന്താ മാറ്റം? ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചു. മോട്ടർ മാറി, ബാറ്ററി മാറി. യെസ്, പവർ ഫിഗേഴ്സിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് 40 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 129 PS ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 150 മുകളിൽ ടോർക്കും വരുന്നുണ്ട്. ടോർക്ക് നോക്കുകയാണെങ്കിൽ പഴയ വാഹനത്തെ അപേക്ഷിച്ച് 35 Nm കുറവാണ് വന്നിട്ടുള്ളത്. രണ്ടിനും സിമിലർ ആണ്. ടോർക്ക് സിമിലർ ആണ് നൽകിയിട്ടുള്ളത്. 30 കിലോവാട്ട് എടുത്താലും 40 കിലോവാട്ട് എടുത്താലും ടോർക്ക് സെയിം ആണ്. എന്ന് വെച്ച് 35 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കുറവാണെന്ന് വെച്ചിട്ട് നമുക്ക് ഫാസ്റ്റ് അല്ല വാഹനം എന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുണ്ട്. മോട്ടറിൻ്റെ നമ്പർ നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. നമ്മൾ 3-in-1 മാറി 6-in-1 ആക്കി പകുതിയോളം സൈസ് കുറഞ്ഞപ്പോൾ ബാറ്ററി 5 കിലോവാട്ട് കൂട്ടിയിട്ടും വാഹനത്തിന് വെയിറ്റ് പിടിച്ചു നിർത്താനായിട്ട് ടാറ്റയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ പെർഫോമൻസിലൊന്നും വ്യത്യാസങ്ങളില്ല. പഴയ വാഹനം 9.5 സെക്കൻഡ് വേണമായിരുന്നു 0 to 100 എത്താനായിട്ട്. പക്ഷെ പുതിയ വാഹനം വെറും 9 സെക്കൻഡ് മതി. അതാണ് ടോർക്ക് കുറവാണെങ്കിൽ പോലും പെർഫോമൻസിൽ കുറവല്ല, വർധന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം. ഇനി ചെറിയ ബാറ്ററി പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 5 വേരിയന്റിലാണ് നമുക്ക് പഞ്ചീവി ലഭിക്കുന്നത്. സ്മാർട്ട് പ്ലസ്, അഡ്വഞ്ചർ, എംപവേർഡ് പ്ലസ്, ഇങ്ങനെയാണ് 5 വേരിയന്റ് വരുന്നത്. സ്മാർട്ടിലും സ്മാർട്ട് പ്ലസിലാണ് നമുക്ക് 30 കിലോവാട്ടിൻ്റെ കുറഞ്ഞ മീഡിയം റേഞ്ച് ബാറ്ററി പാക്ക് കിട്ടുക. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 88 PS 150 മുകളിൽ ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ. രണ്ടിൻ്റെ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 കിലോമീറ്റർ ഡിഫറൻസ് ആണ് വരുന്നത്. നമ്മുടെ മീഡിയം റേഞ്ച് ആയിട്ട് 30 കിലോവാട്ട് എടുക്കുന്നവർക്ക് ഫുൾ ചാർജിൽ 378 കിലോമീറ്റർ ഓടാം എന്നാണ് ക്ലെയിം ചെയ്ത റേഞ്ച് വരുന്നത്. റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഒരു 260-270 ഓടാനായിട്ട് പറ്റും എന്ന് പ്രതീക്ഷിക്കാം. ഇനി ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ, അതായത് ആദ്യത്തെ ബേസ് വേരിയന്റ് ഒഴിച്ച് ബാക്കി 4 വേരിയന്റിൽ നമുക്ക് നമ്മുടെ ലോങ് റേഞ്ച് ആയിട്ടുള്ള 40 കിലോവാട്ട് കിട്ടുന്നുണ്ട്. അതായത് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. രണ്ടാമത്തെ സ്മാർട്ട് പ്ലസ് ഒക്കെ നമുക്ക് ലോങ് റേഞ്ച് വേണ്ടവർക്ക് പരിഗണിക്കാൻ പറ്റും ചെറിയ റേറ്റിൽ തന്നെ. അതായത് ബേസ് വേരിയന്റിൽ നിന്നും 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വേരിയന്റും കിട്ടും, ലോങ് റേഞ്ച് ബാറ്ററി പാക്ക് കിട്ടുകയും ചെയ്യും. അതിലേക്ക് വരുമ്പോൾ ക്ലെയിം ചെയ്ത റേഞ്ച് വരുന്നത് 460 കിലോമീറ്ററൊക്കെയാണ്. റിയൽ വേൾഡിൽ ഇപ്പോൾ ആ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു 370-360 റേഞ്ചിലൊക്കെ നമുക്ക്
പ്രതീക്ഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റായിട്ട് ചാർജിങ് നടക്കുന്നതുകൊണ്ട് ഒരു 10% ഉള്ള ഒരു വണ്ടി നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു DC ഫാസ്റ്റ് ചാർജിങ്ങിൽ ഒരു 65 കിലോവാട്ട് വരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഴയ വാഹനത്തിൽ 60 കിലോവാട്ടിൻ്റെ ചാർജറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും മാക്സിമം. ഇപ്പോഴത്തെ 65 കിലോവാട്ടായിട്ട് ഉയർന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ പ്രത്യേകത കൊണ്ടും വളരെ ഫാസ്റ്റായിട്ട് ചാർജ് കയറും. അതുകൊണ്ട് 10% എന്തായാലും നമ്മൾ ഫുൾ 0 ആക്കിയിട്ട് എന്തായാലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മിനിമം 10% ഉണ്ടായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു 20% ഉണ്ടാവും. ആ കണ്ടീഷനിൽ നമ്മൾ ഒരു ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 80% ആവാൻ വെറും അരമണിക്കൂർ മതി എന്നുള്ളതാണ്. ഇനി കമ്പനി അവർ പരസ്യങ്ങളിൽ പറയുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ 130 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കയറും. അതായത് ക്ലെയിം ചെയ്തല്ല, റിയൽ വേൾഡിൽ നമുക്ക് അത്രയും കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കയറുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ വളരെ എഫിഷ്യൻ്റ് ആണ് ഇപ്പോഴത്തെ വാഹനം ഓടിക്കാനാണെന്നുണ്ടെങ്കിലും, പെർഫോമൻസ് ആണെങ്കിലും, ഓൺ പേപ്പർ ആണെങ്കിലും, നമ്മളിപ്പോൾ ഇരുന്ന് ഓടിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ആ കാര്യത്തിലൊക്കെ ഹാപ്പി തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പഴയതിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് വാഹനത്തെ അപേക്ഷിച്ച് ഈ ഒരു റേറ്റ് കുറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് വന്ന ഈ നമ്മുടെ പഞ്ചീവി തന്നെയാണ് ബെറ്റർ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സിമിലർ തന്നെയാണ് നമ്മുടെ പഴയ പഞ്ചീവി അല്ലെങ്കിൽ നോർമൽ. ഇനി പെട്രോൾ പഞ്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡൈനാമിക്സ് നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ തന്നെയാണ്. ആകെ ഒരു മാറ്റം വരുന്നത് നമുക്ക് സസ്പെൻഷനിലാണ്. പെട്രോളിൽ കുറച്ചുകൂടി സോഫ്റ്റർ ആണ്. പക്ഷേ ഇതും നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു മിഡ് റേഞ്ച് എന്ന് പറയാവുന്ന രൂപത്തിൽ ഭയങ്കര ഹാർഡും അല്ല ഭയങ്കര സോഫ്റ്റ് അല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഒരു നടുക്ക് നിൽക്കുന്നതാണ്. നമ്മൾ അത്രയും ഒരു മോശം റോഡിലൂടെ കണ്ടെയ്നർ റോഡിൽ മറ്റേ ചാട്ടങ്ങൾ കിട്ടില്ലേ, ഇത് കൂടെ പോയവർക്കറിയാം, അത് കൂടെ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടങ്ങനെ ഒരു കുലുക്കം ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു മിഡ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ ആണെന്ന് പറയാം. പുറകിലിരുന്ന് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുന്നിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷൻ ഫീഡ്ബാക്ക് കിട്ടും. പിന്നെ ബാക്കി ഒരു ഉയർന്നിരിക്കുന്ന പൊസിഷൻ, അത്യാവശ്യം നല്ല വിസിബിലിറ്റി, ഒരു SUV-യുടേതായിട്ടുള്ള ഫീൽ നമ്മൾ ഇരുന്ന് ഓടിക്കുമ്പോൾ അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാനുണ്ട്. ആ കാര്യത്തിലും അടിപൊളിയാണ് എന്ന് പറയാവുന്ന രൂപത്തിലാണ്. പിന്നെ ബ്രേക്കിങ്ങും ഡീസൻ്റ് ആണ് കേട്ടോ. ഡീസൻ്റ് നല്ല കുറച്ചൊരു എബോ ആവറേജ് കൊടുക്കും ബ്രേക്കിങ്ങിന്. അത്യാവശ്യം നമ്മൾ ഒരു 0 to 100 ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് തവണ നമ്മളത് 0 to 100 ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പോഴൊക്കെ നമുക്ക് ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ചവിട്ടിയാൽ കിട്ടുന്നുണ്ട്. അതിനും ഞാൻ ഹാപ്പിയാണ്. മൊത്തത്തിൽ ഫീച്ചേഴ്സ് ഓൾറെഡി ലോഡഡ് ആണ് നമ്മുടെ പഞ്ചീവി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി അതിൽ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. പിന്നെ മാറ്റം വരുത്താനുള്ളത് ഇത്തരത്തിലാണ്: വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കുക, റേഞ്ച് കൂട്ടുക, വില കുറയ്ക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് കമ്പനിക്ക് ചെയ്യാനുള്ളത്. അത് കൃത്യമായിട്ട് ടാറ്റ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. അവർ ഇതിൻ്റെ പ്രസ് റിലീസിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ EV ഏറ്റവും അധികം വിറ്റ് പോകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷെ അവരുടെ കണക്കുകൾ പ്രകാരം ഒരു 12 ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് ഉള്ളവർ EV എടുക്കുന്നത് വളരെ കുറവാണ്. അതായത് നേരെ കുറച്ച് 12 ലക്ഷത്തിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിലിന്റെ ഒരു 5%, 6% വരെ നമുക്ക് EV സെയിൽ ചെയ്യുമ്പോഴാണ് 12 ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് കുറവുള്ളവർ EV എടുക്കാൻ താല്പര്യം കാണിക്കാത്തതായിട്ട് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് പുതിയ പഞ്ചീവി ഇറങ്ങിയപ്പോൾ അതിന് റേറ്റ് കുറച്ച് വെച്ചത്, അതായത് 9,60,000 എക്സ്ഷോറൂമിൽ അവർ എത്തിച്ചത് എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കണ്ട ഒരു ബാറ്ററി പാക്കിൻ്റെയും അതുപോലെ തന്നെ മോട്ടറിലൊക്കെ വരുത്തിയ മാറ്റങ്ങൾ, വയറിങ് കുറേ ഒഴിവായി, അതായത് 30% വയറിങ് ഒഴിവായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു നോർമൽ നമ്മൾ ഒരു സാധാരണക്കാർക്ക് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോർമൽ വീടിൻ്റെ ഒരു വയറിങ് ആണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എത്ര എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ അത് നമുക്ക് ഒരു 30% കട്ട് ചെയ്യാൻ പറ്റിയ എത്രത്തോളം നമുക്ക് ലാഭം കിട്ടും. അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ സംഭവം. ഒരു 4 മീറ്റർ നീളത്തിൻ്റെ വരുന്ന ഒരു സാധനമാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇതിൻ്റെ ചാർജ് ചെയ്യുന്നത് അവിടുന്നാണ്. ബാറ്ററി ഇവിടെയാണ് കിടക്കുന്നത്, മോട്ടർ വീണ്ടും ഫ്രണ്ടിലാണ് കിടക്കുന്നത്, അതിന് വീലുകളിലേക്ക് ഇത് പോകണം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കണക്ഷൻസ്, അല്ലെങ്കിൽ AC നമ്മുടെ കറണ്ട് എടുത്തിട്ട് അതിന് DC ആക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ OTA പരിപാടികൾ, ഇതിനൊക്കെ വേണ്ടി സെൻസറുകൾ, ഇതിനൊക്കെ പവർ ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഇലക്ട്രിക്കലി ആയിട്ടുള്ള കണക്ഷൻസ് വേണം, അതുപോലെ വയറിങ് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തത്തിൽ 30% കുറവാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു വലിയ പൈസ അവിടെ ലാഭിക്കാനായിട്ട് ടാറ്റയ്ക്ക് പറ്റിയിട്ടുണ്ട്. അത് കസ്റ്റമേഴ്സിന് തരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വില കുറവിലൂടെ. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബ്രില്യൻ്റ് ആയിട്ട്. പിന്നെ ബാക്കി നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ടാറ്റ പഞ്ചിൽ ഉള്ള ഫീച്ചേഴ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് സീറ്റിൽ ഇരിക്കുമ്പോൾ ആകെ മാറ്റം ORMൻ്റെ കൺട്രോൾസ് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് 10.4 ഇഞ്ചിൻ്റെ MID ആണ് വരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ അറിയാനായിട്ട് പറ്റും. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. അതിന് വ്യൂ തന്നെ നമുക്ക് പല രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ 10.4 ഇഞ്ചിൻ്റെയാണ് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ OTA അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ആമസോൺ പ്രൈം, ജിയോ ഹോട്ട്സ്റ്റാർ, ഗെയിംസ്, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ എടുക്കാനായിട്ട് പറ്റും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കി ആ ഒരു സിസ്റ്റം എന്ന് പറയാം. ഈ 2 മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പഴയ വാഹനത്തിലുള്ളത് പോലെ തന്നെയാണ്. AC കൺട്രോൾസ് ഒക്കെ ഒരു ടച്ചാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ
നമ്മുടെ ഡ്രൈവ് സെലക്ടറിൻ്റെ ഒരു നൾ ഫിനിഷ് ആണ് വന്നുള്ളത്. അതിൽ തന്നെ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സോട് കൂടി തന്നെയാണ്. അല്ലെങ്കിൽ പഴയ വാഹനത്തിൽ ഉണ്ടായിരുന്ന പോലെ 360 ക്യാമറ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ഉണ്ടോ, എങ്ങോട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് അതിൻ്റെ വിഷ്വൽ നമുക്ക് MIDയിൽ കാണാനായിട്ട് പറ്റുമ്പോൾ ഒരു ചെറിയ വാഹനത്തിലാണ് ഇത്രയധികം ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. എന്തായാലും ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു 18 ലക്ഷത്തിനകത്ത്, ഒരു 20 ലക്ഷം വേണമെങ്കിൽ ഞാൻ പിടിക്കും, 20 ലക്ഷത്തിനകത്ത് വാഹനം, ഒരു ഇലക്ട്രിക് വാഹനം നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് വാഹനം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ടാറ്റ പഞ്ച് EV. നിങ്ങൾ തീർച്ചയായിട്ടും ടാറ്റയുടെ ഷോറൂം പോവുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്പേസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 20 ലക്ഷം ഞാൻ പറഞ്ഞുകൊണ്ട് 20 ലക്ഷത്തിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ വാഹനങ്ങൾ കിട്ടാനുണ്ട്. പക്ഷേ ഫീച്ചേഴ്സ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പഞ്ച് EV തരുന്നുണ്ട്. അത്യാവശ്യം റേഞ്ച്, അതായത് ഒരു റിയൽ വേൾഡിൽ 350-360 റേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വളരെ നല്ലൊരു റേഞ്ചാണ് എന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പഞ്ച് EVനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോ. അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ. അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നും ഈ ഒരു വിലയിൽ ഇറങ്ങിയ പഞ്ച് EV, ഇത്രയും ഫീച്ചേഴ്സോട് കൂടി വന്ന, ഇത്രയും മാറ്റങ്ങളോട് കൂടി വന്ന പഞ്ച് EVനെ കുറിച്ച്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പഴയതെടുക്കുന്നേക്കായും അല്ലെങ്കിൽ ഒരു യൂസർ എടുക്കുന്നേക്കായും നല്ലത് പുതിയ പഞ്ച് EV എടുക്കുന്നതല്ലേ? അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.